ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള സിമ്പിൾ ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എളുപ്പം തന്നെ സക്സസ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനായിട്ട് വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ആദ്യം തന്നെ 8mm സൈസിൽ വരുന്ന ഹാഫ് ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. 4mm സൈസിൽ വരുന്ന കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ മെയിനായിട്ട് വേണ്ടത് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് കൂടി വേണം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് റിബൺ, അത് സാറ്റിൻ റിബണോ അല്ലെങ്കിൽ ഗ്രോസ് ഗ്രെയിൻ റിബണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്ലൂ കൂടി വേണം. ഞാനിവിടെ B7000 ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഹാഫ് ബീഡ്സ്, 8mm സൈസിൽ വരുന്ന ഹാഫ് ബീഡ്സ് ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ഒരു വശത്ത് മാത്രമായിട്ട്, സൈഡ് പോർഷനിൽ മാത്രമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈഡ് പോർഷനിൽ മാത്രമായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു പെർഫെക്റ്റ് ഭംഗി കിട്ടുന്നുള്ളൂ. അപ്പം അതുപോലെ ചെയ്തെടുക്കാൻ ഞാൻ ഏകദേശം ഒരു 9 ബീഡ്സ് വരെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ 1-2 ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഹാഫ് ബീഡ്സ് സൈഡ് പോർഷനിൽ മാത്രമായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഓരോ ബീഡ്സും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഹാഫ് ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് മുട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ഗിയർ വയർ കൂടി ആവശ്യമുണ്ട്. 3mm സൈസിൽ വരുന്ന ഗിയർ വയറാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിയർ വയർ കയ്യിലില്ലാത്തവർക്ക് നൂല് വെച്ചിട്ട് ചെയ്തെടുക്കാം. പക്ഷെ നൂല് വെച്ച് ചെയ്തെടുക്കുമ്പം കുറച്ചൊരു പെർഫെക്ഷൻ കുറവുണ്ടാവും. അതുപോലെ തന്നെ കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. തുടക്കത്തിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഗിയർ വയർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, 4mm സൈസിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് അതിലോട്ട് കോർത്ത് കൊടുക്കാം. ഏകദേശം എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഗിയർ വയർ എടുക്കുക. അതിലോട്ട് ആ ഒരു ക്രിസ്റ്റൽ ബീഡ്സൊക്കെ കോർത്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഗിയർ വയർ നന്നായിട്ട് 2-3 തവണ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു ഹാഫ് ബീഡ്സിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഗ്യാപ്പിലൂടെ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തെടുക്കണം. 3 ക്രിസ്റ്റൽ ബീഡ്സ് ഓരോന്നിൻ്റെയും ഇടയിലായിട്ട് വരുന്ന വിധത്തിൽ ഇതൊന്ന് കോർത്തെടുക്കണം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിയിൽ ഓരോ ഹാഫ് ബീഡ്സിൻ്റെയും ഇടയിലൂടെ 3 ക്രിസ്റ്റൽ ബീഡ് വരുന്ന വിധത്തിൽ, മുകൾ ഭാഗത്തായിട്ട് 3 ക്രിസ്റ്റൽ ബീഡ് വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഗിയർ വയർ വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം. ഓരോ ഗ്യാപ്പും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ഗ്യാപ്പിലും നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 2-3 തവണ അവിടെ തന്നെ ഗിയർ വയർ ഒന്ന് ചുറ്റിക്കൊടുക്കാറ്. 2-3 തവണ ടൈറ്റായിട്ട് ഒന്ന് അവിടെ ചുറ്റിക്കൊടുത്താൽ മാത്രമേ അതവിടെ ഫിക്സായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുള്ളൂ. നമ്മൾ ഓരോ തവണ ഇങ്ങനെ ചുറ്റിപ്പോകുന്ന സമയത്ത് അത് പിന്നീട് അത് ലൂസായി കിടക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഒരു തവണ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ഒരു ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ 2-3 തവണ ഒന്ന് ഗിയർ വയർ കൂടെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം അടുത്ത ഗ്യാപ്പിലോട്ട് പോവാം. അങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അതിനിടയിൽ ഞാനൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ്, അത് എന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ നമ്മൾ റിവേഴ്സ് രൂപത്തിൽ ആ ഒരു ബീഡ്സിൻ്റെ ഇടയിലൂടെ തന്നെ രണ്ടാമതൊന്ന് ചുറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഫിക്സായി നിന്നോളും. ബീഡ്സ് ലൂസായി പോവുകയോ അല്ലെങ്കിൽ ഇളകി പോരുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് റിവേഴ്സായിട്ട് ഒന്നുകൂടെ ബാലൻസ് വന്നിട്ടുള്ള ഗിയർ വയർ ചുറ്റിയെടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ട് തന്നെ അവിടെ ഒന്ന് ലോക്ക് ചെയ്തെടുത്താൽ മതി.
അങ്ങനെ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുഴുവൻ ബീഡ്സും ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഈ ഒരു റിബൺ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പീസ് റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ 4 ലെയർ ആക്കിയിട്ട് ഇതുപോലൊരു ബൗ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ ബൗ ഉണ്ടാക്കി എടുക്കാൻ അറിയാം അതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി അതല്ല 1 ഇഞ്ചിൻ്റെയോ 2 ഇഞ്ചിൻ്റെയോ ഒക്കെ റിബൺ കയ്യിലുള്ളവർ അത് വെച്ച് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിബൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ട് ഇതുപോലൊരു ബൗ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റിബൺ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് ഓർ വൈറ്റ് അതിലേതെങ്കിലും ഒരു കളറ് ചൂസ് ചെയ്യുക. അപ്പോൾ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. മറ്റുള്ള കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതിനത്ര മാച്ച് ചെയ്തിട്ട് നിൽക്കില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഒന്നുകൂടെ മാച്ച് ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാനൊരു ബൗ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ഒരു ബീഡ്സ് ഒട്ടിച്ചെടുത്തതിൻ്റെ അടിഭാഗത്തായിട്ട് വേണം ആ ഒരു ബൗ കൂടെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. B7000 വെച്ച് ഒട്ടിച്ചെടുക്കാം, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഒന്നുകൂടെ നല്ലത്. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഹാഫ് ബീഡ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ? വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ കുഞ്ഞ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.